ഇന്ന് നമ്മൾ വെള്ളക്കടല വെച്ചിട്ട് നല്ലൊരു മസാലക്കറി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഒരു പാത്രം അടുപ്പിൽ വെക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു സ്പൂണ് മല്ലിപ്പൊടി, ഒരു സ്പൂണ് മുളക് പൊടി, പിന്നെ ഒരു അര സ്പൂണോളം മഞ്ഞൾപ്പൊടി, ഈ 3 പൊടികളും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് ചൂടാക്കുകയാണ്. അത് മൂത്ത് ആയി വരുമ്പോഴത്തേനും നമ്മുടെ വെള്ളക്കടല തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ. അത് കഴുകി വൃത്തിയാക്കി കുക്കറിൽ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഈ പൊടികളും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു സവോള കട്ട് ചെയ്തതും കുറച്ച് ഇഞ്ചി പച്ചമുളക് ചതച്ചതും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ നമ്മളുടെ കടല വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് ഒരു 4-5 വിസിലോളം നമ്മൾ കടല വേവണമല്ലോ, അപ്പോൾ ഒരു 4-5 വിസിലോളം നമ്മളൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ അത് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇനി അതൊന്ന് ചെറുതായിട്ടൊന്ന് അപ്പോൾ അത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. പിന്നെ അതിലേക്ക് ഒരു സ്പൂണോളം ചിക്കൻ മസാലയുടെ പൊടിയാണ് ചേർക്കണത് കേട്ടോ. പിന്നെ ഒന്നായി വരുമ്പോഴത്തേനും നമ്മുടെ നാളികേരം പാല് നല്ലോണം പിഴിഞ്ഞെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി താളിക്കാൻ വേണ്ടിയിട്ട് എണ്ണയിലേക്ക് നമ്മളുടെ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചെറുതാക്കി എരിഞ്ഞതും കറിവേപ്പിലയും കൂടെ നല്ലോണം മൂപ്പിച്ചിട്ട് നമ്മുടെ ഈ കടലയുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാം കൂടെ മിക്സ് ആക്കുകയാണ്. ചോറിൻ്റെ കൂടെ ആയാലും വെള്ളയപ്പത്തിനും പത്തിരിക്കും ചപ്പാത്തിക്കും ഒക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. വെള്ളക്കടല ആയതുകൊണ്ട് കുട്ടികൾക്കും നല്ലത്.